സിറിയൻ സുരക്ഷാ സേന നടത്തിയ കർശനമായ പരിശോധനയിൽ സിറിയ ഇറാഖ് അതിർത്തിയിൽ വൻ ആയുധശേഖരം പിടികൂടി. ഇറാഖിൽ നിന്നും സിറിയൻ അതിർത്തി വഴി കടത്താൻ ശ്രമിച്ച അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളുമാണ് സുരക്ഷാ സേന കണ്ടെടുത്തത്. ലബനനിലെ ഹിസ്ബുള്ള ഭീകര സംഘടനയ്ക്ക് കൈമാറാൻ ലക്ഷ്യമിട്ടെത്തിയ ആയുധങ്ങളാണ് ഇവയെന്ന് സിറിയൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്നും ജോയിസ് മാത്യു ചേരുന്നു. ജോയിസെ, ഒരുപക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണല്ലോ ഇത്. സിറിയയിൽ വെച്ച് ആയുധങ്ങൾ പിടിച്ചെടുത്തു, അത്യാധുനിക ആയുധങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ളത്. ഇറാന്റെ ആയിരിക്കുമോ അതോ ആരുടെയാണ് ഈ ആയുധങ്ങൾ എന്ന് വെളിവായിട്ടുണ്ടോ? ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയുള്ള ആയുധങ്ങളാണ് എന്ന് സിറിയൻ സേന സ്ഥിരീകരിക്കുന്നുവല്ലോ. തീർച്ചയായിട്ടും റോബിൻ, ഇത്രയും കാലം ഈ യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ ഹിസ്ബുള്ള പോലുള്ള തീവ്രവാദ സംഘടനകൾ ആക്റ്റീവായി ഇരിക്കുന്ന സമയത്തും ലോകം മുഴുവനും ചോദിച്ച ഒരു ചോദ്യത്തിന് ഏകദേശം ഒരു ഉത്തരമായിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ ഒരു സിറിയ നടത്തിയ ഈ ഒരു നടപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് യുദ്ധം നടക്കുകയാണ്, ഇറാനിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് സാധന സാമഗ്രികളെല്ലാം കടത്തിക്കൊണ്ടു പോകാനുള്ള ഹോർമുസ് അടക്കമുള്ള വഴികൾ അടഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും എങ്ങനെയാണ് ഹിസ്ബുള്ള, ഹൂതികൾ പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് ആയുധങ്ങളും ഫണ്ടും എത്തുന്നത് എന്നുള്ള ഒരു ചോദ്യം അത് ലോകം കുറെ നാളുകളായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. അതിന് ഏകദേശം ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു വഴി, ഏത് വഴിയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ആയുധങ്ങൾ എത്തുന്നതിനുള്ള ഒരു ഉത്തരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അതായത് സിറിയൻ സേന നടത്തിയ ഇറാഖ് സിറിയ അതിർത്തിയിൽ സിറിയൻ സേന നടത്തിയ ഒരു സംയുക്തമായിട്ടുള്ള ഒരു വലിയൊരു പരിശോധനയിൽ ടാങ്കറുകളിൽ നിറച്ച തോതിൽ, അതായത് ഇന്ധന ടാങ്കറുകളാണ് എന്ന വ്യാജേന അതിർത്തി കടന്നു വന്ന ടാങ്കർ ലോറികളിൽ, ടാങ്കർ ട്രക്കുകളിൽ നിറച്ച ആയുധ ശേഖരമാണ് പിടിച്ചിരിക്കുന്നത്. അത് 2-3 ടാങ്കറുകളിൽ നിന്നുമാണ് പിടിച്ചിരിക്കുന്നത്. അത് സാധാരണ നടത്തുന്നതല്ല ഇതുപോലൊരു പരിശോധന. അത് സാധാരണയിൽ വ്യത്യസ്തമായിട്ട് നടത്തിയ ഒരു പരിശോധനയിലാണ് ഇത്തരം വലിയൊരു ആയുധ ശേഖരം പിടികൂടിയിരിക്കുന്നത്. അതിൽ മിസൈൽ ലോഞ്ചറുകൾ അടക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ഞെട്ടിക്കുന്നത്. ഈ വഴി തന്നെ ആയിരിക്കണം ഇതിനു മുൻപും പലതവണ ആയുധങ്ങൾ കടത്തിയിരിക്കുന്നത് എന്ന് സിറിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സിറിയയുടെ മാറുന്ന ഒരു വിദേശ നയം അല്ലെങ്കിൽ സിറിയയുടെ മാറുന്ന ഒരു തീവ്രവാദ നയത്തിൽ നിന്നുള്ള ഒരു മാറ്റത്തിന്റെ സൂചനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഒരു പരിശോധനയും അതിനെ തുടർന്നുണ്ടായ ഈ ഒരു പിടിച്ചെടുക്കലും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സിറിയ കുറച്ച് നാളുകളായിട്ട് സിറിയൻ പ്രസിഡന്റ് അടക്കം നമുക്കറിയാം പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് അമേരിക്കയുമായിട്ടൊക്കെ കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഇതുപോലെയുള്ള ഒരു പരിശോധനയിലേക്കും പിടിച്ചെടുക്കലിലേക്കും ഒക്കെ കടന്നിരിക്കുന്നത്. ചെറിയ ആയുധശേഖരമൊന്നും അല്ല പിടിച്ചിരിക്കുന്നത്. ലക്ഷങ്ങൾ കോടികൾ വില വരുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങളാണ് പിടിച്ചിരിക്കുന്നത്. അതിൽ ഈ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ഡ്രോണുകൾ അടക്കം ഉണ്ട്. അതായത് ഓൾറെഡി ഘടിപ്പിച്ചു വന്നിരിക്കുന്ന ഡ്രോണുകൾ അടക്കമാണ് പിടിച്ചിരിക്കുന്നത്. സൂയിസൈഡ് ഡ്രോണുകളും മിസൈൽ ലോഞ്ച് സിസ്റ്റങ്ങളും അതുപോലെ മിസൈലുകളും എല്ലാം ഈ പിടിച്ചെടുത്ത ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ്, ഈ ഒരു ശേഖരത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇറാഖിൽ നിന്നും സിറിയ വഴി അതിർത്തി കടന്ന് ഹിസ്ബുള്ളയിലേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് ഈ സംഘം നടത്തിയത്. ഈ ഇറാഖിൽ നിന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം, ഇറാഖ് എന്ന് പറയുന്ന രാജ്യം അത് ഓൾറെഡി തകർന്ന് തരിപ്പണമായി അവിടെ ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്തേക്ക്, ആ രാജ്യം എന്ന് പറയുന്ന ഈ ഇറാഖ് എന്ന് പറയുന്ന രാജ്യം ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. അപ്പോൾ ഈ ഇറാനിൽ നിന്നും ആയുധം വലിയ ബുദ്ധിമുട്ടില്ലാതെ എന്തും ഈ ഇറാഖിലേക്ക് കടത്തിക്കൊണ്ട് വരാൻ സാധിക്കും. ആ ഇറാഖിൽ നിന്നും സിറിയ വഴി ഹിസ്ബുള്ളയുടെ കൈകളിലേക്ക് ഈ സാധനം എത്തിക്കുവാനും വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നില്ല. അപ്പോൾ ആ ഒരു വഴി തന്നെ ആയിരിക്കാം ഈ സംഘം തീരുമാനിച്ചത്, അല്ലെങ്കിൽ ആ സംഘം ആ ഒരു വഴി തന്നെ ആയിരിക്കാം തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു സംഘത്തിന്റെ അടുത്ത് നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ശരിക്കും സിറിയയുടെ തുറമുഖ നഗരമായ ബെനിയാസിലേക്ക് പോവുകയായിരുന്ന ഒരു ഓയിൽ ടാങ്കർ ശൃംഖലയിൽ നിന്നുമാണ് ഈ ആയുധങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ തുറമുഖത്ത് കൊണ്ടുപോയതിനു ശേഷം അവിടെ നിന്നും ഹിസ്ബുള്ളയ്ക്ക് വിതരണം ചെയ്യാനായിട്ടുള്ള, ഹിസ്ബുള്ളയുടെ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് വിതരണം ചെയ്യാനായിട്ടുള്ള ഒരു ആയുധ നീക്കമാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആയുധ നീക്കം എന്ന് പറയുന്നത് ഇത് ഹിസ്ബുള്ളയുടെ കൈകളിൽ എത്തിയിരുന്നു എങ്കിൽ അത് ഇസ്രായേലിനെതിരെ, അവിടെ ഹിസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദ സംഘടന നമുക്കറിയാം ഇസ്രായേലിനെതിരെ മാത്രം നിലകൊള്ളുന്ന ഒരു തീവ്രവാദ സംഘടനയാണ്. അപ്പോൾ ഈ ഒരു ആയുധങ്ങൾ അവിടെ എത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെതിരെ ശക്തമായിട്ട് ഒരു ആക്രമണം അഴിച്ചുവിടാനായിട്ട് അവർ ഉപയോഗിക്കുമായിരുന്നു. അത് ഉടമ്പടികളും ചർച്ചകളും ഒന്നും വഴി പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നത്തിലേക്ക്, ഇപ്പോൾ നിലനിൽക്കുന്ന പോലെ വലിയൊരു പ്രശ്നത്തിലേക്ക് മാറിയിരുന്നതിന് അത് വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു
പ്രത്യാഘാതം ഉണ്ടാക്കിയിരുന്നത്. ഇതിനു മുൻപും പലതവണ ഇതുപോലെ പല വഴിയിലൂടെ എത്തിയ ആയുധങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ, ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന് അതിനെതിരെ തിരിച്ചടിക്കുമ്പോഴാണ് ലോകം മുഴുവനും ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹം മുഴുവനും ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ലെബനനെ ആക്രമിക്കുന്നു എന്ന വ്യാജേന അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നത്. ഇതിനു മുൻപും ഇറാൻ തുറന്ന് സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹിസ്ബുള്ള അടക്കമുള്ള തീവ്രവാദ സംഘടനകളെ ഫണ്ട് ചെയ്യുന്നത് ഇറാൻ ആണ് എന്ന് തുറന്ന് സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ ഒരു 60 ദിവസത്തെ വെടിനിർത്തൽ കരാറ് വരുന്ന സമയത്താണെങ്കിൽ പോലും ഇറാൻ ആദ്യം പറഞ്ഞത് ഹിസ്ബുള്ളയുമായിട്ടുള്ള യുദ്ധം നിർത്തണം, ഹിസ്ബുള്ളയുമായിട്ട് ഇസ്രായേൽ നടത്തുന്ന കരയുദ്ധം നിർത്തണം, എങ്കിൽ മാത്രമേ ഈ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടൊരു തീവ്രവാദ സംഘടനയെ അടിച്ചമർത്തുന്നതിൽ നിന്നും പിന്മാറണമെന്ന് ഇറാൻ പറയുന്നു? അതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഇറാൻ തന്നെയാണ് ഈ തീവ്രവാദ സംഘടനയെ പോറ്റി വളർത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ കൊടുത്തുവിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച പല സംവിധാനങ്ങളും അതിൽ വ്യക്തമായിട്ട് ഇറാന്റേതാണ് എന്നുള്ളൊരു മുദ്ര പതിപ്പിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എങ്കിൽ അതിൽ കുറച്ചുകൂടി വ്യക്തത വരാനുമുണ്ട്. എങ്കിൽ പോലും ഇറാൻ ഉപയോഗിക്കുന്ന പല ആയുധങ്ങളുമായിട്ട് പല സാമ്യങ്ങളും ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് മിസൈൽ ലോഞ്ചറുകളായാലും സൂയിസൈഡ് ഡ്രോണുകളായാലും ശരി, ഇറാൻ ഉപയോഗിക്കുന്ന അതേ തരത്തിലുള്ള ഡ്രോണുകളും മിസൈൽ ലോഞ്ചറുകളുമാണ് ഇപ്പോൾ ഈ കടത്തിക്കൊണ്ടുപോയ ആയുധ ശേഖരത്തിൽ പിടിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് വന്ന വഴികളും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ പിടിച്ചെടുത്ത ആയുധങ്ങളും ഒക്കെ കൂട്ടിവെച്ച് വായിക്കുമ്പോൾ അത് ഈ ഇറാന്റെ പക്കൽ നിന്നും ഹിസ്ബുള്ള പോലുള്ള ഹിസ്ബുള്ളയിലേക്കാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഹിസ്ബുള്ളയിൽ നിന്നും മറ്റ് ഹമാസ് പോലുള്ള അല്ലെങ്കിൽ ഹൂതികൾ പോലുള്ള മറ്റ് തീവ്രവാദ സംഘടനകളിലേക്ക് കടക്കാനുള്ള സാധ്യതയും ചെറുതൊന്നും അല്ലായിരുന്നുവെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇത് ഒരു തുടക്കമാവട്ടെ, വളരെ ശുഭകരമായിട്ടുള്ള ഒരു തുടക്കമാവട്ടെ. ഇനി മുന്നോട്ട് ഇതുപോലെ വലിയ ശേഖരങ്ങൾ പിടിക്കുവാൻ സാധിക്കട്ടെ. ഈ IDF-ന്റെ ഭാഗത്തു നിന്നുള്ള പല സെർച്ചിലും അല്ലെങ്കിൽ പല ആയുധങ്ങൾ പിടിക്കുന്ന പല സന്ദർഭങ്ങളിലും ഇത്തരം ആയുധങ്ങൾ ഹിസ്ബുള്ളയുടെ പല കേന്ദ്രങ്ങളിൽ നിന്ന്, തുരങ്കങ്ങളിൽ നിന്നും ഒക്കെ പിടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും ഇത്തരം ആയുധങ്ങൾ തന്നെ ആയിരുന്നു, ഇറാനിൽ നിന്ന് കടത്തിക്കൊണ്ട് വന്നതായിരുന്നുവെന്ന്, ഇറാന്റെ മുദ്രയുള്ളതായിരുന്നുവെന്ന്, മെയ്ഡ് ഇൻ ഇറാൻ എന്ന് വ്യക്തമായിട്ട് മുദ്രപ്പെടുത്തിയ ആയുധമായിരുന്നുവെന്നും തെളിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ. ഇനി പശ്ചിമേഷ്യയിൽ നിന്നും ആയുധക്കടത്ത് ഇല്ലാതാവട്ടെ, തീവ്രവാദ ശൃംഖലകൾ ഇല്ലാതാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. റോബി, ജോയ്സ, മറ്റൊരു കാര്യം, മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധം എങ്ങനെ മുന്നോട്ട് പോകുന്നു? പശ്ചിമേഷ്യയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കി പത്രമായിട്ട് പശ്ചിമേഷ്യ വളരെ ശക്തമായിട്ട് ഇരുഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തുന്നു. ഇരുഭാഗത്തും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു എന്ന് വേണം വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട്. അമേരിക്ക ഇപ്പോൾ ചബഹാർ തുറമുഖം അടക്കമുള്ള ഇറാന്റെ കേന്ദ്രഭാഗങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. ചബഹാർ തുറമുഖം നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്ത്യക്ക് വളരെ താല്പര്യം ഉണ്ടായിരുന്ന, ഇന്ത്യക്ക് വളരെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്ന ഒരു തുറമുഖമാണ് ചബഹാർ എന്ന് പറയുന്നത്. ഈ ചബഹാർ തുറമുഖം എന്ന് പറയുന്നത് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന വലിയൊരു തുറമുഖമാണ്. അവിടെ വലിയൊരു ശൃംഖല അല്ലെങ്കിൽ വലിയൊരു എന്താണ് പറയുക, ഒരു പാത മറ്റ് രാജ്യങ്ങളിലേക്ക് തുറക്കുന്ന ഒരു തുറമുഖമാണ്. അവിടെ നിന്നും അവിടെയുള്ള അറ്റാക്കിംഗ് സിസ്റ്റത്തെയും അതുപോലെ അവിടുത്തെ ചരക്ക് നീക്ക സംവിധാനങ്ങളെയും എല്ലാം അമേരിക്ക ഇപ്പോൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ ചബഹാർ അടക്കമുള്ള മറ്റ് ടെഹ്റാൻ അടക്കമുള്ള മറ്റ് പല പ്രദേശങ്ങളിലും വടക്കൻ ഇറാന്റെ പല പ്രദേശങ്ങളിലും ഒക്കെ അമേരിക്ക തുടർച്ചയായിട്ടുള്ള ബോംബാക്രമണവും വ്യോമാക്രമണവും നടത്തി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതായത് പശ്ചിമേഷ്യയിലെ യുദ്ധം അത് ഇന്നും നാളെയും ഒന്നും അവസാനിക്കാൻ പോകുന്ന ഒരു യുദ്ധമല്ല. അതിന് മറുപടിയായിട്ട് ഇപ്പോൾ ഈ നടത്തി എന്ന് പറയുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ട് ജോർദാനിലും അതുപോലെ തന്നെ ഖത്തർ, കുവൈറ്റ് പോലുള്ള രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലേക്കും വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടി നടത്തി ഇറാനും ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം അത് വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിനിടയ്ക്കും മറ്റ് തീവ്രവാദ സംഘടനകൾക്കും മറ്റ് രാജ്യങ്ങൾക്കും ഇപ്പോഴും ആയുധം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറാൻ എന്ന് പറയുന്നതാണ് അതിലൊരു വിരോധാഭാസം. ഈ ആയുധങ്ങൾ നിർമ്മിക്കുവാനും ഈ യുദ്ധത്തിലേക്ക് വരുവാനും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെയും മറ്റ് സമൂഹങ്ങളെയും ഇല്ലാതാക്കുവാനുമായിട്ട് ഈ ചിലവാക്കിയ കോടികൾ ഉണ്ടെങ്കിൽ
ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ശരിക്കും ഒരു വലിയൊരു സ്വർഗമാക്കി മാറ്റാൻ സാധിക്കുമായിരുന്നു എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തായാലും പശ്ചിമേഷ്യ അത് വലിയൊരു യുദ്ധത്തിലേക്ക് കടക്കുകയാണ് എന്നല്ല, കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കുന്നു, ചരക്ക് നീക്കത്തെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കുന്നു, അത് മറ്റ് രാജ്യങ്ങളെ വളരെ ഗുരുതരമായിട്ട് എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യക്ക് ഇപ്പോൾ നിലവിൽ ഒരു നിലനിൽപ്പുണ്ട് എങ്കിൽ പോലും യുദ്ധം നീണ്ടുപോവുകയാണ് എങ്കിൽ, ചരക്ക് നീക്കം തടസ്സപ്പെടുകയാണ് എങ്കിൽ, ഹോർമൂസ് ഒരു പ്രശ്നമാവുകയാണ് എങ്കിൽ അവിടെ അത് വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്കും അല്ലെങ്കിൽ വലിയൊരു ഭക്ഷ്യക്ഷാമത്തിലേക്കും ലോകത്തെ കൊണ്ടെത്തിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. ഇന്നലെ ആണെങ്കിലും, അതായത് ഇന്ന് 7ാം ദിവസമാണ്, യുദ്ധത്തിന്റെ 7ാം ദിവസത്തിലും വളരെ ശക്തമായിട്ടുള്ള ആക്രമണം അമേരിക്ക നടത്തിയിട്ടുണ്ട്, വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇറാനും നടത്തിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് റിപ്പോർട്ടുകളിൽ നിന്നും. എന്തായാലും വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയണം. ചർച്ചകൾ നടക്കുന്നുണ്ട്, ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ വളരെ ശക്തമായിട്ട് ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇരു രാജ്യങ്ങളും അയയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജോയ്സ് മാത്യു ആണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി US ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാനിൽ തുടർച്ചയായ 7ാമത്തെ ദിവസവും കഴിഞ്ഞ ദിവസം വലിയ ആക്രമണം നടത്തുകയുണ്ടായി. ഇറാന്റെ നിരീക്ഷണ കേന്ദ്രങ്ങൾ, സൈനിക ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ, ഭൂഗർഭ ആയുധ സംഭരണശാലകൾ, നാവിക കേന്ദ്രങ്ങൾ തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് വ്യാപകമായ ആക്രമണം നടത്തിയിരിക്കുന്നത്. യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, യുദ്ധക്കപ്പലുകൾ ഉപയോഗിച്ചുള്ള അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളാണ് നടത്തിയത് എന്ന് പറയുന്നു. ഇറാനിലെ സയ്യിദ്, ഗസ്വം ദ്വീപ്, ബന്ദർ അബ്ബാസ് തുറമുഖം എന്നിവിടങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാന്റെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തങ്ങളുടെ വ്യോമാതിർത്തിയിലേക്ക് ഇറാൻ തൊടുത്തുവിട്ട 10 മിസൈലുകൾ തടഞ്ഞതായി ജോർദാൻ പറയുകയുണ്ടായി. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ, സിറിയ എന്നിവിടങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതായി ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇറാനിയൻ ഡ്രോൺ ആക്രമണങ്ങളിൽ തങ്ങളുടെ നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും വൈദ്യുതി നിലയത്തിനും ജലശുദ്ധീകരണ കേന്ദ്രങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതായി കുവൈത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ മൈനുകൾ സ്ഥാപിച്ച പാതയിലൂടെ കടന്നുപോയ 2 എണ്ണക്കപ്പലുകൾ സ്ഫോടനത്തിൽ തകർന്നതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് അവകാശപ്പെട്ടു. എന്നാൽ ഇറാന്റെ വാദം വ്യാജമാണെന്നാണ് അമേരിക്ക പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഇരു വിഭാഗവും തമ്മിലുള്ള ആക്രമണങ്ങളും ഇപ്പോൾ തുടരുന്ന പശ്ചാത്തലമാണ് ഉള്ളത്.